എല്ലാം നമ്മുടെ ആൾക്കാരാ നോക്കിക്കോളാം. അപ്പൊ പറഞ്ഞ പോലെ ശരി. അവിടെ പുറത്തോട്ട് പോകാറങ്ങിയതാ. ചേട്ടേ വിളിക്കടാ. ഹലോ, ഇത് ഞാനാടോ ചിന്നാടൻ വർക്കി. മനസ്സിലായി. എന്തൊക്കെയുണ്ട് വർക്ക് വിശേഷം? താനൊക്കെ എവിടുത്തെ പോലീസുകാരനാടോ? എന്റെ മോനെ കുത്തിക്കൊല്ലാൻ നോക്കി ആ പരമനാറിയെ വാളയാർ ചുറ്റുവട്ടത്തും അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായല്ലോ. അവന്റെ ശ്രീചക്രയില് സുഖമായിട്ട് താമസിക്കുക. കാശ് എണ്ണി മേടിച്ചെന്റെ നന്ദി എങ്കിലും കാണിക്കണം. എന്താ സർ? ഏത് റൂമിലാണോ പരമശിവം? പരമശിവം ഏത് റൂമില്ല? 221 സർ. നിങ്ങൾ ഇവിടെ പോ സർ. യു ഗോ ദാറ്റ് വേ. ക്വിക്ക്, ഹറി അപ്പ്. യെസ് സർ. രണ്ടുപേരും ലിഫ്റ്റിനടുത്തേക്കോ. അയ്യോ ബാലു, നിന്നെ പിടിക്കാനാണോ? സംശയമില്ല. വാ വാ. നീ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്തോ. വാ വാ. നീ എന്താ എഴുതുന്നത്? നമ്മളിവിടെ ഇല്ലെന്ന് വാതിൽ എഴുതി ഒട്ടിക്കാനാണോ? പോടാ. നീ എന്താ തപ്പുന്നത്? വല്ലത് കാണാതെ പോയിട്ടുണ്ടോ? നീ എന്തിനാ ഇതൊക്കെ കൂട്ടിക്കെട്ടുന്നത്? ആദ്യം ഞാൻ ഇറങ്ങാം. ഇത് നമുക്ക് ഇറങ്ങാനല്ല, പിന്നെ അവർക്ക് കയറാനാ. രണ്ടുപേരും അവിടെ പോയി നോക്ക്. ക്വിക്ക്, അവിടെ പോയി നോക്ക്. സർ. പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മളെ പോലീസ് പിടിക്കില്ലേ? ഉണ്ടല്ലേ. വാ. എന്താ അവര് പോയാ? ഒച്ച വെക്കലടാ. വാ. ഒത്താലൊത്ത് ദൈവത്തെ വിളിച്ചോ. ഒത്താലൊത്തു. അത് ഏത് ദൈവം? ഇങ്ങോട്ട് കേറാ. എന്താ സർ? തമിഴ് വായിക്കറിയോ? അറിയാം സർ. അത് വായിക്കേ. ഉന്നാൽ മുടിയാതെ തമ്പി പരമശിവ. നീ പരിസരം വിട്ട് പോയിട്ടുണ്ടാവില്ല. കമോൺ സർ. അവൻ ഈ സിറ്റി വിട്ട് പോയിട്ടുണ്ടാവില്ല. ബ്ലോക്ക് ഓൾ മെയിൻ റോഡ്സ്. എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യണം. ഹറി അപ്പ്. സർ. വ്യാകുല മാതാവേ, നന്ദി. ഈ ഗ്യാപ്പിൽ രക്ഷപ്പെടാം. നീ എവിടെ പോണു? ഈ ഗ്യാപ്പിൽ കൂടി രക്ഷപ്പെടാൻ അത് ഈ ഗ്യാപ്പല്ല. എടാ, നീ പോയി ബില്ല് സെറ്റിൽ ചെയ്യ്. ബില്ലെടുത്ത് റൂം വെക്കേറ്റ് ചെയ്യാണ്. ആ, പെട്ടെന്നൊരു ടാക്സി വേണം. ശരി സാർ. ഹലോ, ഒരു ടാക്സി ഒന്നിട്ടേക്ക്. ഈശ്വര. ഏട്ടാ, ഉണ്ണിയേട്ടാ, ഏട്ടാ, അനിയ. അയ്യോ എടാ, എന്റെ ഈശോയെ, എല്ലാം തകർന്നു. യു ആർ അണ്ടർ അറസ്റ്റ്. ഞാൻ കീഴടങ്ങിയിരിക്കും. അതെ, നമ്മുടെ സ്നേഹത്തിന് മുമ്പിൽ ഇവൻ കീഴടങ്ങിയെന്ന് അല്ലടാ. അനിയൻ അനിയൻ. എടാ, എനിക്ക് നിന്നെ ഈ വേഷത്തിൽ കണ്ടിട്ട് മനസ്സിലായില്ലടാ. അല്ല, നീ എന്താ ഇവിടെ? ഒരു ക്രിമിനലിനെ പൊക്കാൻ ഇറങ്ങിയതാ. എന്നിട്ട് കിട്ടിയാ? ഇല്ല, പക്ഷെ അവൻ രക്ഷപ്പെടില്ല. സിറ്റി മുഴുവൻ അരിച്ചു പറക്കാൻ ഞാൻ പോലീസിനെ അയച്ചിട്ടുണ്ട്. ഞാൻ ഈ ഹോട്ടലിലെ ബാക്കി അടക്കൊന്ന് ചെക്ക് ചെയ്യായിരുന്നു. അല്ല, ഏട്ടനെന്താ ഇവിടെ? ഒന്നും പറയണ്ടാ. ഞാൻ ഇന്നലെ ദുബായിന്ന് വന്നാ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു. വീട് പൂട്ടിയിട്ടിരിക്കുന്നു. പിന്നെ അന്വേഷിച്ചും പിടിച്ചും ദാ ഇവിടം വരെ എത്തി. ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരുന്നാണല്ലോ. കിട്ടിയില്ലടാ. ആണോ? ആ, ഏട്ടൻ വല്ലാണ്ടങ്ങ് മാറിയിരിക്കുന്നു. ഈ ജീവിതം തന്നെ ഒരു നാടകമല്ലടാ. അതിനിടയിലെ ചില വേഷം കെട്ടലല്ലേ ഇതൊക്കെ. നീ നോക്കിക്കുന്ന സാധനങ്ങൾ എടുത്ത് ജീപ്പിലേക്ക് വെച്ചേ. സമയം കളയല്ലേ, എനിക്ക് അമ്മയെ കാണണം. ഇന്ന് നാടൻ കരിമീൻ കിട്ടിയപ്പോ നിന്നെ ഓർത്തതാ. നിനക്ക് വലിയ ഇഷ്ടാണല്ലോ എന്ന്. പക്ഷെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല. ഞാനും
ഇതാണ് വയറ്റുഭാഗ്യം എന്ന് പറയുന്നത്. അല്ല നീ മീൻ എടുക്കുന്നില്ലേ? ഓ ഞാനിപ്പോ വെയിറ്റ് ചെയ്യണ കുറച്ച് തടി കുറയ്ക്കാൻ. അങ്ങനെയാണെങ്കിൽ ആന വെയിറ്റ് ചെയ്യുന്നല്ലേ, ആനയുടെ തടി പറയുന്നില്ലല്ലോ. പോടാ. അമ്മേ ഒന്നോർത്താൽ എന്നേക്കാൾ ഭാഗ്യവാൻ ഇവനാ. അതെന്താ? അല്ല അമ്മ വെച്ചുണ്ടാക്കുന്ന ആഹാരം മുഴുവൻ കഴിക്കാനുള്ള യോഗ ഇവനല്ലേ? ആഹാ, അതിന് അമ്മ അടുക്കളക്കാരനെ പണ്ടല്ലായിരുന്നോ? പിന്നെ നീയാണോ അതൊക്കെ ഉണ്ടാക്കിയത്? ഏയ് ഞാനൊന്നും അല്ല. ഇപ്പൊ അടുക്കള ഭരണം കംപ്ലീറ്റ് ഗോപിയേക്കാ. എന്നിട്ട് പുതിയ പാചകക്കാരി ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഉണ്ണിയേട്ടൻ വന്നപ്പോ തൊട്ട് പാത്തും പതുങ്ങി അവിടെ ഇവിടെ നിന്ന് നോക്കുന്ന ഞാൻ കണ്ടതാ. ആളെ ഞാൻ ഇപ്പോഴിങ്ങനെ വരുത്താം. അടുക്കള നിൽക്കണ ചേച്ചി, ഇതിന് പുളിശ്ശേരി ഇങ്ങ് അടുത്ത്. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ. ഒന്നും മിണ്ടായിരടാ. അയ്യോ, പുളിശ്ശേരി ചോദിച്ചത് ഞാനാ. കൊള്ളാലോ ഏട്ടാ ഈ വാച്ച്. അത് ഓരോരോ മണിക്കൂർ കൂടുമ്പോ അലാറം അടിക്കും. ബർദുബായിന്ന് വാങ്ങിച്ചാ. നോക്കട്ടെ. 500 ദർഹ. എന്താ നിനക്ക് നോട്ടോണ്ടോ? നീ എടുത്തോ. അയ്യോ, പേടിക്കണ്ട. ഒറ്റയ്ക്കൊന്നും മിണ്ടാൻ വേറെ മാർഗമില്ലാത്തോണ്ട് നേരത്തെ കയറി ഇരുന്നതാ. ആരെങ്കിലും കാണും. ഏയ് ഇവിടെ ആര് വരാനാ? നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ ആരും വരാതെ ഞാൻ നോക്കിക്കോളാം. ഇവനെങ്ങനെ എന്റെ ഉള്ളിൽ കയറി? എടാ നീ പതുങ്ങി പതുങ്ങി എന്റെ അകത്തേക്ക് കയറണ കണ്ടപ്പോ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പിറകെ കയറിയതാ. നിന്നെ പ്രദേശത്ത് കണ്ടുവരുന്നത്. അയ്യോ, ഞാൻ പോവാ കേട്ടോ. അല്ല ഒന്ന് നിന്ന് അകത്തിരുന്നാ പ്രേമിക്കുന്നത്. കാര്യം പറയട്ടെ. ഇങ്ങ് വാ. തന്റെ ഒരു കത്ത് ഞാൻ സോറി, വഴി തെറ്റിയതാ. തന്റെ ഒരു കത്ത് ഞാൻ ദുബായിക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു. കത്തെഴുതുന്ന ശീലമൊന്നും എനിക്കില്ല. ഡയറി എഴുതുവോ? ഡയറിയോ? ഞാൻ ഡയറി ഒന്നും എഴുതാറില്ല. പിന്നെ ഞാൻ എന്താ അങ്ങനെ സ്വപ്നം കണ്ടത്? സ്വപ്നോ? ആ, എന്റെ ഫോട്ടോ നോക്കി താൻ സംസാരിക്കാറുണ്ടോ? ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അല്ല സ്വപ്നമല്ലേ സ്വപ്നം. ഇതിലെന്തോ ഗുട്ടൻസ് ഉണ്ട്. ഏയ് ഒരു കുട്ടൻസും ഇല്ല. ഇതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. ഇനി ദുബായിക്ക് തിരിച്ചു പോവോ? പിന്നെ പോണ്ടേ. അപ്പൊ ഞാനോ? നിന്റെ കഴുത്തിലൊരു മിന്നു കെട്ടി നിന്നെയും കൊണ്ടെല്ലാം തിരിച്ചു പോവൂ. എന്നിട്ട് എന്നിട്ട് ഈ ലോകം മൊത്തം നമ്മൾ കറങ്ങും.